ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിലെ 3rd ചാപ്റ്ററാണ്, വാട്ടർ ആൻഡ് ലൈഫ് എന്നാണ് കേട്ടോ ഈ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ തന്നെ നമ്മൾ വാട്ടറിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ എന്താ പറയുക ബെനിഫിറ്റ്സിനെ കുറിച്ചും അതിൻ്റെ യൂസസിനെ കുറിച്ചും പിന്നെ വാട്ടർ സ്കേഴ്സിറ്റിയെ കുറിച്ചും ഒക്കെ നോക്കാനായിട്ട് പോകുന്നുണ്ട്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കുട്ടികളിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നോക്കൂ, നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ. ഇവിടെ ഒരു കുട്ടി നദിയോട് റിവറിനോട് ചോദിക്കുകയാണ്, വെർ ആർ യു ഗോയിങ് സോ ഹറീഡി? നീ എങ്ങോട്ടാണ് ഇത്ര തിരക്കിട്ട് ഒഴുകുന്നത്? ഇഫ് ഐ ഡോണ്ട് ഫ്ലോ ആൻഡ് എൻറിച്ച് ദ ലാൻഡ് പീപ്പിൾ വിൽ സഫർ. അപ്പൊ പുഴ എന്താ പറയുന്നത്? ഞാന് ഇതുപോലെ ഒഴുകിയില്ലെങ്കിൽ, ഈ കരയെ സമൃദ്ധമാക്കിയില്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുമെന്നല്ലേ. അത് ശരിയാണല്ലേ. പുഴയും വെള്ളവും ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സഫറിങ്സ് നേരിടേണ്ടി വരില്ലേ. അതിന് താഴെ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് മേക്സ് ദ റിവർ സേ ദിസ്? ഒരു പുഴയെ ഇത് പറയിപ്പിക്കാൻ ഇടയായ സാഹചര്യം എന്താണ്? ദ റിവർ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഹ്യൂമൻ ലൈഫ്. ഇറ്റ് പ്രൊവൈഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, ഇറിഗേഷൻ ആൻഡ് അതർ ഡൊമസ്റ്റിക് പർപ്പസസ്. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പുഴ ഒരു മനുഷ്യ ജീവിതത്തിൽ വലിയ വലിയ റോള് തന്നെ വഹിക്കുന്നുണ്ട് അല്ലേ. അത് നമുക്ക് കുടിവെള്ളത്തിനായും മറ്റ് ആവശ്യങ്ങൾക്കും മറ്റ് ദൈനംദിന വീട്ടാവശ്യങ്ങൾക്കും ഒക്കെ നമ്മൾ നദിയിലെ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഡു വി യൂസ് റിവർ വാട്ടർ ഫോർ? നമ്മൾ പുഴകളിലെ വെള്ളം എന്തൊക്കെ കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്? ഫോർ ബാത്തിങ്, കുളിക്കാൻ, ഫോർ അഗ്രികൾച്ചർ, കൃഷി ആവശ്യത്തിന്, ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, തുണി അലക്കാൻ, ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ്, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് ഫാക്ടറികളിലേക്കും കമ്പനികളിലേക്കും ഒക്കെ, ഫോർ ഇലക്ട്രിസിറ്റി ജനറേഷൻ, കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ, ഫോർ ഡ്രിങ്കിങ് വാട്ടർ, ചിലരൊക്കെ ഇത് ഫിൽട്ടർ ചെയ്തിട്ട് കുടിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻ റിവർ വാട്ടർ ബി യൂസ് ഡയറക്ട്ലി ഫോർ ഡ്രിങ്കിങ് ആൻഡ് അതർ ഡൊമസ്റ്റിക് പർപ്പസസ്? അപ്പോൾ റിവറിലെ ഈ വെള്ളം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കുടിക്കാനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുമോ? നോ. ദ റിവർ വാട്ടർ ഈസ് പ്യൂരിഫൈഡ് ആൻഡ് യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസസ്. അത് പ്യൂരിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്യൂരിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊരു ഇല്ലസ്ട്രേഷൻ താഴെ തന്നിട്ടുണ്ട്, അത് നോക്കൂ. അതിൽ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് നോക്കൂ, ഫിൽറ്റർ ഔട്ട് ലാർജ് ഡിബ്രീസ്. വലിയ വലിയ മാലിന്യങ്ങൾ ആദ്യം അരിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ്, അലോ വേസ്റ്റ് ടു സെറ്റിൽ. ആ മാലിന്യങ്ങൾ താഴെ അടിയാനായിട്ട് അനുവദിക്കുന്നു. പിന്നെ മൂന്നാമത്തത്, സ്ട്രെയിൻ ത്രൂ മൾട്ടി ലെയേർഡ് സീവ്സ്. പല തട്ടുകളുള്ള അരിപ്പകൾ കൊണ്ട് ആ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു. ദെൻ ഫോർത്ത് വൺ, ഡിസിൻഫെക്ട്. രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കുന്നു, അതിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അഞ്ചാമത്തേതായിട്ട്, സ്റ്റോർ ഇൻ ടാങ്ക്. വലിയൊരു ടാങ്കിൽ അത് ശേഖരിച്ചു വെക്കുന്നു. ദെൻ ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ടു ഹൗസസ്. അതിനുശേഷം ഈ വെള്ളം വീടുകളിലേക്ക് വിതരണം ചെയ്യുന്നു. The river water gets delivered to the houses after it is being purified. ഇങ്ങനെ പ്യൂരിഫൈ ചെയ്ത റിവർ വാട്ടർ വീടുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഡു യു ഗെറ്റ് ദ വാട്ടർ റെഗുലർലി ഇൻ ദ സെയിം വേ? നിങ്ങൾക്കും ഇതുപോലെ വെള്ളം ലഭിക്കാറില്ലേ? ഉണ്ടല്ലേ. പല വീടുകളിലും ഹൗസ് ലൈനായിട്ടും കുടിവെള്ള സമ്പ്രദായമായിട്ടുള്ള പല രീതികളും വരുന്നുണ്ടല്ലേ. വാട്ട് ആർ ദ അതർ സോഴ്സസ് ഓഫ് വാട്ടർ യു ഡിപ്പെൻഡ് ഓൺ? നിങ്ങൾ ആശ്രയിക്കുന്ന മറ്റു വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ്? കിണറുണ്ട്, ബോർവെൽ, കുഴൽ കിണറുണ്ട്, റെയിൻ വാട്ടർ, മഴവെള്ളം നമ്മൾ ആശ്രയിക്കുന്നുണ്ട്, സ്ട്രീം, അരുവിയുണ്ട്, പോണ്ട്, കുളമുണ്ട്, കനാലുകളുണ്ട് അല്ലേ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡു യു നീഡ് ഇൻ എ ഡേ? നിങ്ങൾക്ക് ഒരു ദിവസം എത്ര വെള്ളം വേണം എന്നുള്ളത് ഒരു ഏകദേശ കണക്ക് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഹൗ മെനി ലിറ്റേഴ്സ് എന്ന് എഴുതാവുന്നതാണ്. ടേക്ക് എ ലുക്ക് അറ്റ് ദ ടേബിൾ ഷോവിംഗ് ദ അപ്രോക്സിമേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ബൈ വൺ പേഴ്സൺ ഫോർ വേരിയസ് പർപ്പസ്. ഇപ്പോൾ ഒരാൾ പല വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ട് എത്ര വാട്ടർ യൂസ് ചെയ്യണം അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ടേബിൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ആദ്യത്തേത്, ടു ഡ്രിങ്ക്. കുടിക്കാനായിട്ട് ഏകദേശം 2.5 to 3.5 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വേണ്ടി വരും. ടു കുക്ക് ഫുഡ്. ഭക്ഷണം ഉണ്ടാക്കാൻ 3 to 4 ലിറ്റേഴ്സ് വേണം. ടു വാഷ് വെസൽസ്. പാത്രങ്ങൾ കഴുകാനൊക്കെ 6 to 8 ലിറ്റേഴ്സ് വേണം. ടു ബാത്ത് ആൻഡ് ടു വാഷ് ക്ലോത്ത്സ്. കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനൊക്കെ ഏകദേശം 30 ലിറ്റേഴ്സ്. ഫോർ സാനിറ്റേഷൻ 50 ലിറ്റേഴ്സ്. ഫോർ അതർ പർപ്പസ്, മറ്റു ആവശ്യങ്ങൾക്ക് 30 ലിറ്റേഴ്സ്. ടോട്ടൽ 121.5 to 125.5 അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ. കമ്പയർ യുവർ ഡെയിലി യൂസ് വിത്ത് ദിസ് യൂസേജ് ഇൻ ദ ഗിവൺ ടേബിൾ. അപ്പം നിങ്ങൾ ഏകദേശം ഈ ഓരോ കാര്യങ്ങൾക്കും എത്ര ലിറ്റേഴ്സ് ഓഫ് വെള്ളം യൂസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. കൂടുതലാണോ കുറവാണോ എന്നൊക്കെ കമ്പയർ ചെയ്യുക. വി ഹാവ് സീൻ ദ ഡെയിലി യൂസ് ഓഫ് വാട്ടർ, ഹാവൻറ്റ് വി? വി ക്യാൻ കൺട്രോൾ ആൻഡ് ലിമിറ്റ് ദ യൂസ് ഓഫ് സർട്ടൻ തിങ്സ് ബട്ട് നോട്ട് ദ ഡ്രിങ്കിങ് വാട്ടർ.
നമുക്ക് പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ വെള്ളത്തിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, കുളിക്കാനും അതുപോലെ അലക്കാനും ഒക്കെ ഉള്ളത്. പക്ഷേ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ മിനിമം ഇത്ര എമൗണ്ട് ഓഫ് വാട്ടർ ഡെയിലി എന്തായാലും കുടിച്ചിരിക്കണം. ഇൻക്രീസിങ് ഡിമാൻഡ് ആൻഡ് ഡിക്രീസിങ് അവൈലബിലിറ്റി. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഉയർന്ന അല്ലെങ്കിൽ വർദ്ധിക്കുന്ന ആവശ്യകതയും കുറഞ്ഞു വരുന്ന ലഭ്യതയും. അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഈസ് ഡിക്രീസിങ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ചും അതുപോലെ വാട്ടർ നമ്മൾ അധികമായിട്ട് പൊല്യൂട്ട് ചെയ്യുന്നത് കൊണ്ടും മലിനീകരിക്കുന്നത് കൊണ്ടും ഒക്കെ വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വരികയാണ്, ഫ്രഷ് വാട്ടറിൻ്റെ ലഭ്യത കുറഞ്ഞു വരികയാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് 200 crore people in the world do not have access to sufficient amount of fresh water. അപ്പോൾ ഏകദേശം വേൾഡിൽ 200 crore ആളുകൾക്ക്, 200 കോടി ആളുകൾക്ക് ഈ ശുദ്ധജലത്തിൻ്റെ ലഭ്യതക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് കണക്കെടുപ്പ്. ഇഫ് ദ സിറ്റുവേഷൻ കണ്ടിന്യൂസ് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദ വാട്ടർ ഷോർട്ടേജ് വിൽ ബിക്കം മോർ സിവിയർ ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. അപ്പോൾ ഇതുപോലെ തുടരുകയാണെങ്കിൽ ഈ വാട്ടർ ഷോർട്ടേജ് വരും വർഷങ്ങളിൽ അധികരിക്കാനേ സാധ്യതയുള്ളൂ. മില്യൺസ് ഓഫ് പീപ്പിൾ ഡൈ ഓൾ ഓവർ ദ വേൾഡ് എവറി ഇയർ ഡ്യൂ ടു ഡിസീസ് കോസ്ഡ് ബൈ വാട്ടർ പൊല്യൂഷൻ. നമ്മുടെ വേൾഡിൽ പല ഭാഗത്തായിട്ട് ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വാട്ടർ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട്, അതായത് മലിനമാക്കപ്പെടുന്ന ജലസ്രോതസ്സുകളെ കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ വന്നിട്ട് മരിച്ചു പോകുന്നുണ്ട്. ഫോർ വാട്ട് പർപ്പസ് ഡു യു യൂസ് ദ വാട്ടർ മോസ്റ്റ്? ഇനി നിങ്ങൾ എന്ത് ആവശ്യത്തിനാണ് വെള്ളം അധികമായിട്ട് ഉപയോഗിക്കാറുള്ളത്? മിക്കവാറും ബാത്തിങ്, അതുപോലെ വാഷിംഗ് ക്ലോത്ത്സ്, അതിനൊക്കെ ആയിരിക്കും അല്ലേ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡു യു യൂസ് അപ്രോക്സിമേറ്റ്ലി ഇൻ യുവർ ഹോം പെർ ഡേ? ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് ആകെ എത്ര ലിറ്റർ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അത് എഴുതി കൊടുക്കാം. അത് ഡിപ്പെൻസ്, ഓക്കെ, ഡിഫർ ആയിരിക്കും, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും, അത് എഴുതി കൊടുക്കാം. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി? നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഹെൽപ്സ് ടു റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് നിലനിർത്തുന്നതിൽ വാട്ടറിന് പ്രധാന പങ്കുണ്ട്. ലൂബ്രിക്കേറ്റ്സ് ജോയിൻസ്. സന്ധികൾ, ജോയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ലൂബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് തമ്മിൽ തട്ടിപ്പോയിട്ട് സ്ക്രാച്ച് ഒന്നും വരാതെ നോക്കുന്നതിന് വാട്ടർ പ്രധാന റോൾ വഹിക്കുന്നുണ്ട്. ക്യാരീസ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു സെൽസിലേക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും ഓക്സിജനും വാട്ടറൊക്കെ എത്തിക്കുന്നതിൽ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ എത്തിക്കുന്നതിൽ വാട്ടറിന് പങ്കുണ്ട്. പിന്നെ എയ്ഡ്സ് ഇൻ വേസ്റ്റ് റിമൂവൽ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പുറന്തള്ളുന്നതിനും വാട്ടറിന് പ്രധാനമായിട്ടുള്ള പങ്കുണ്ട്. ഇനി നമുക്ക് ഒരാളുടെ ബോഡിയിലുള്ള അപ്രോക്സിമേറ്റ് വാട്ടറിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. നോക്കിക്കേ. ആദ്യം ബ്രെയിൻ. നമ്മളുടെ ശരീരത്തിൽ ബ്രെയിനിൽ, തലച്ചോറിൽ ഏകദേശം 73% എന്താണ്, വാട്ടറാണ്. ബ്ലഡിൽ 94% ബ്ലഡിൽ വാട്ടർ ഉണ്ട്. പിന്നെ കിഡ്നിയിൽ 79% ഉണ്ട്. മസിൽസിന് 75% ഉണ്ട്. ഹാർട്ടിൽ 75% ഉണ്ട്. ലങ്സിന് 83%, ബോൺസിന് 31%. ഇപ്പം എന്താ മനസ്സിലാക്കാൻ പറ്റിയത് മക്കളെ? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഓരോ പാർട്ടിനും എന്താണ്, അത്ര തന്നെ വാട്ടറിൻ്റെ ആവശ്യം ഉണ്ടല്ലേ. വാട്ടർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് ഫങ്ഷൻസ്. നമ്മളുടെ ശരീരത്തിൽ നടക്കേണ്ട എല്ലാ ഫങ്ഷൻസിനും, അതായത് ബ്രെയിനും ബ്ലഡും കിഡ്നിയും മസിൽസും ഹാർട്ടും ലങ്സും ബോൺസിൻ്റെ ഒക്കെ ഫങ്ഷൻസിന് എന്ത് വേണം, വാട്ടർ അത്യാവശ്യമാണ്. ഇനി നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമുള്ളത് പോലെ തന്നെയാണ് പ്ലാന്റ്സിനും വാട്ടറിൻ്റെ ആവശ്യം. വാട്ടർ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സ് ഓൾസോ നീഡ് വാട്ടർ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്? ലുക്ക് അറ്റ് ദ ഇല്ലസ്ട്രേഷൻ. അപ്പോൾ പ്ലാന്റ്സിൽ വാട്ടറിൻ്റെ ആവശ്യം എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ. ഇവിടെ ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് പ്ലാന്റ്. അതായത് ഇലകളിലാണ്, ലീവ്സിൽ വെച്ചിട്ടാണ് പ്ലാന്റ്സ് ഫുഡ് കുക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ. ഇതിനെ പ്ലാന്റിൻ്റെ മറ്റ് പാർട്സിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വാട്ടറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഫോർ ഫോട്ടോസിന്തസിസ്. അതുപോലെ ഫോട്ടോസിന്തസിസ്. എന്തായിരുന്നു ഫോട്ടോസിന്തസിസ്? പ്ലാന്റ്സ് ഫുഡ് പാകം ചെയ്യുന്നതിൻ്റെ പേരാണ് ഫോട്ടോസിന്തസിസ് അല്ലേ. ആ പ്രോസസ്സിൻ്റെ പേരാണ് ഫോട്ടോസിന്തസിസ്. അതിനും വാട്ടർ വേണം. ടു ട്രാൻസ്പോർട്ട് ദ അബ്സോർബ്ഡ് മിനറൽസ് ടു ദ ലീവ്സ്. അതുപോലെ റൂട്ടുകൾ വലിച്ചെടുക്കുന്ന മിനറൽസ് ലീഫുകളിലേക്ക് എത്തിക്കുന്നതിനും വാട്ടറിൻ്റെ ഹെൽപ്പ് വേണം. ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് ബോഡി. അതുപോലെ പ്ലാന്റിൻ്റെ ശരീരഘടന നിലനിർത്താനും വാട്ടർ വേണം. ഓൾ ലിവിങ് ബീയിങ്സ് നീഡ് വാട്ടർ ഫോർ ലൈഫ് ഫങ്ഷൻസ്. മനുഷ്യരെ പോലെ തന്നെ പ്ലാന്റ്സ് അടക്കമുള്ള എല്ലാ ലിവിങ് ബീയിങ്സിനും, എല്ലാ ജീവനുള്ള ഘടകങ്ങൾക്കും അവയുടെ ജീവിതത്തിൻ്റെ ലൈഫിൻ്റെ ഫങ്ഷൻസ് നല്ലതുപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ അത്യാവശ്യമാണ്. കളർ ആൻഡ് ഷേപ്പ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് കളർ ഓർ ഓർഡർ, സോ ഇറ്റ് മസ്റ്റ് ബി പ്യുവർ വാട്ടർ. അപ്പോൾ ഇവിടെ ഒരാൾ പറയുന്നത് നോക്കി, ഇറ്റ് ഡസ് നോട്ട് ഹാവ് കളർ. ഇതിന് കളറും ഇല്ല, ഓർ ഓർഡർ എന്ന് വെച്ചാൽ സ്മെല്ലും ഇല്ല. അതുകൊണ്ട് ഇത് പ്യുവർ വാട്ടർ ആണ്.
ഡിഡ് യു നോട്ടീസ് ദ ചൈൽഡ്സ് ഒപ്പീനിയൻ? ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? നോ അല്ലേ. കളറും സ്മെല്ലും ഇല്ല എന്ന് കരുതിയിട്ട് ഒരു വെള്ളം പ്യുവർ വാട്ടർ ആവണമെന്നുണ്ടോ? ഇല്ല. വി കനോട്ട് സീ ദ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ഇൻ ഇറ്റ് വിത്ത് അവർ നേക്കഡ് ഐസ്. അപ്പം നമുക്ക് ഇങ്ങനെ കണ്ണുകൊണ്ട് നമുക്ക് അതിലുള്ള സൂക്ഷ്മാണുക്കളെയൊക്കെ കാണാനായിട്ട് പറ്റില്ല അല്ലേ. അതുകൊണ്ട് അത് പ്യുവർ വാട്ടർ ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. സം ഇൻഫർമേഷൻ ഫ്രം വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് റിപ്പോർട്ട് ഈസ് ഗിവൺ ബിലോ. ഒരു വെള്ളത്തിൻ്റെ പരിശോധനയിൽ നടന്നിട്ടുള്ള റിപ്പോർട്ടാണ് താഴെ തന്നിട്ടുള്ളത്. ടെസ്റ്റഡ് ഫാക്ടറും പ്രസൻസും. അപ്പോൾ കളറ് ഇല്ല, വേറെ കളർ വ്യത്യാസമൊന്നുമില്ല, നല്ല പ്യുവർ ആയിട്ടുള്ള കളറാണ്. സോ കളറില്ല. ഓഡർ സ്മെല്ല് വേറെ ബാഡ് സ്മെല്ലൊന്നുമില്ല. ബാക്ടീരിയ യെസ്. ബാക്ടീരിയ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്താണ്, ബാക്ടീരിയാസ് അതിലുണ്ടല്ലേ. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ടെസ്റ്റിംഗ് വാട്ടർ ലൈക്ക് ദിസ്? ഡിസ്കസ്. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണ്? നമുക്ക് പ്യുവർ വാട്ടറിനെ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ. റൈറ്റ് ദ ഡെഫിനേഷൻ ഓഫ് പ്യുവർ വാട്ടർ. വാട്ടർ ദാറ്റ് ഈസ് ഫ്രീ ഓഫ് എനി ഇമ്പ്യൂരിറ്റീസ്. എന്ത് ഇമ്പ്യൂരിറ്റീസിൽ നിന്നും, അതായത് ബാക്ടീരിയാസ് അടക്കമുള്ള എന്ത് ഇമ്പ്യൂരിറ്റീസിൽ നിന്നും അതൊന്നും ഇല്ലാത്ത വെള്ളത്തെയാണ് നമുക്ക് പ്യുവർ വാട്ടർ എന്ന് വിളിക്കാനായിട്ട് പറ്റുന്നത്. ടു ഫൈൻഡ് ഔട്ട് വെദർ ദ വാട്ടർ യു ആർ ഡ്രിങ്കിങ് ഈസ് ക്ലീൻ, ടേക്ക് എ സാമ്പിൾ ഓഫ് ദ വാട്ടർ ആൻഡ് സെൻഡ് ഇറ്റ് ടു ക്വാളിറ്റി ടെസ്റ്റിംഗ് ലാബ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി ടു ഗെറ്റ് എ ടെസ്റ്റ് റിപ്പോർട്ട്. അപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള വാട്ടർ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ വാട്ടറിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ലാബിലേക്ക് അയക്കാം. ആ ടെസ്റ്റ് റിപ്പോർട്ട് എന്താണെന്ന് നോക്കുകയും ചെയ്യാം കേട്ടോ. ഡസ് വാട്ടർ ഹാവ് എ ഷേപ്പ്? ഇനി വെള്ളത്തിന് ഷേപ്പ് ഉണ്ടോ എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ടേക്ക് വാട്ടർ ഇൻ കണ്ടെയ്നേഴ്സ് ഓഫ് വേരിയസ് ഷേപ്സ്. ഇസ് ദർ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഷേപ്പ് ഓഫ് ദ വാട്ടർ ആൻഡ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ? കുറച്ച് വെള്ളം നിങ്ങൾ പല ബോട്ടിലുകളിലായിട്ട് പല ഷേപ്പിലുള്ള വെസൽസിലായിട്ട്, കുപ്പികളിലോ പാത്രങ്ങളിലായിട്ട് എടുക്കുക. എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? വാട്ടർ ഹാസ് നോ ഫിക്സഡ് ഷേപ്പ്. ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ. വെള്ളത്തിന് നിശ്ചിതമായിട്ടുള്ള ഒരു ആകൃതിയില്ല. അത് ഏത് പാത്രത്തിൽ എടുക്കുന്നോ ആ പാത്രത്തിൻ്റെ ആകൃതി ആയിരിക്കും വെള്ളത്തിന് ഉണ്ടായിരിക്കുക. ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് ദ വാട്ടർ ഇൻ ഈച്ച് കണ്ടെയ്നർ ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങളെടുത്ത ഓരോ കണ്ടെയ്നറിലുള്ള വെള്ളത്തിൻ്റെ ഷേപ്പ് അത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് തന്നെയായിരിക്കും അല്ലേ ഉണ്ടാവുന്നത്. സിങ്ക് ഓർ ഫ്ലോട്ട്, മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നവ. ഒബ്സർവ് ദ പിക്ചർ. ഡിഡ് യു സീ ദ പേപ്പർ ബോട്ട് ഫ്ലോട്ടിംഗ് ഇൻ ദ വാട്ടർ? ഇവിടെ പേപ്പർ ബോട്ട് ഉണ്ടാക്കി കളിക്കുകയാണ് അല്ലേ കുട്ടികൾ. അപ്പോൾ പേപ്പർ ബോട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നില്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്ട്സ് വിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ ക്യാൻ യു ഗസ്? അപ്പോൾ താഴെ നമുക്ക് ടേബിളിൽ കുറച്ച് ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്. അതിൽ ഫ്ലോട്ട് ചെയ്യുന്നതും സിങ്ക് ചെയ്യുന്നതും. ഫ്ലോട്ട് ചെയ്യാന്ന് വെച്ചാൽ പൊങ്ങി കിടക്കുക, പിന്നെ സിങ്ക് ചെയ്യാന്ന് വെച്ചാൽ മുങ്ങിപ്പോവുക. അത് ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോക്കൂ, സ്റ്റോണ് എന്താണ്, ഗസ്. നിങ്ങളുടെ ഗസ് എഴുതാം, പിന്നെ ഫൈൻഡിങ്സും എഴുതാം. അപ്പോൾ ഗസ് എന്താണ്, സിങ്ക് ഇൻ വാട്ടർ, മുങ്ങിപ്പോവും, അത് ശരിയാണ്. ബലൂണ് ഫ്ലോട്ട് ഇൻ വാട്ടർ, ഫ്ലോട്ട് ഓൺ വാട്ടർ. കോയിൻ സിങ്ക് ഇൻ വാട്ടർ. വുഡ് പീസ് ഫ്ലോട്ട് ഓൺ വാട്ടർ. ക്യാമ്പർ ഫ്ലോട്ട് ഓൺ വാട്ടർ. പ്ലാസ്റ്റിക് ഫ്ലോട്ട് ഓൺ വാട്ടർ. അയൺ നെയിൽ സിങ്ക് ഇൻ വാട്ടർ. ദെൻ ലീഫ് ഫ്ലോട്ട് ഓൺ വാട്ടർ. വാക്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ. ice float on water. Okay, we often utilize the ability of subjects to float in water, doesn't we? Write some examples of such situations. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന എന്താ പറയുക, അതിൻ്റെ എബിലിറ്റി നമ്മൾ പല രീതിക്ക് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് എവിടേക്കാണെന്ന് എഴുതണം. അതിൽ പ്രധാനപ്പെട്ടത് റാഫ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ ബോട്ടിൽ പോകുന്നത് പോലെ ബോട്ടിൽ ജാക്കറ്റ്സ് ഒക്കെ ഇട്ട് പോവില്ല, അങ്ങനത്തെ ഒരു എന്താ പറയുക അഡ്വഞ്ചറാണ് റാഫ്റ്റിംഗ്. ലൈഫ് ജാക്കറ്റ് ഫോർ സ്വിമ്മിങ്, പിന്നെ നീന്തുന്ന സമയത്ത് നമ്മൾ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, പിന്നെ പ്ലാന്റൈൻ സ്റ്റെം യൂസ്ഡ് ഫോർ സ്വിമ്മിങ്, അതായത് വാഴത്തണ്ടിലൊക്കെ നമ്മൾ ഇരുന്നിട്ട് സ്വിം ചെയ്യില്ലേ. ഇൻഫ്ലാറ്റഡ് ട്യൂബ്സ് ഫോർ സ്വിമ്മിങ്, അതും അതുപോലെ തന്നെ ട്യൂബുകൾ യൂസ് ചെയ്തിട്ട് സ്വിം ചെയ്യുന്നത്. ടു ക്യാരി വുഡ് ത്രൂ ദ റിവർ, നദിയിലൂടെ വലിയ വലിയ തടികൾ ഒഴുക്കി കൊണ്ടുപോകാൻ. ഇതിലൊക്കെ നമ്മൾ ഫ്ലോട്ടിംഗ് എബിലിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. സൊല്യൂബിൾ ആൻഡ് ഇൻസൊല്യൂബിൾ. സൊല്യൂബിൾ എന്ന് വെച്ചാൽ അലിഞ്ഞു പോകുന്നത്, ഇൻസൊല്യൂബിൾ എന്ന് വെച്ചാൽ അലിഞ്ഞു പോവാത്തത്. ബ്രദർ ക്യാൻ യു മേക്ക് സം ലെമൺ ജ്യൂസ് ഫോർ മീ? എനിക്ക് കുറച്ച് നാരങ്ങ ഉണ്ടാക്കി തരുമെന്ന് അനിയത്തി ചോദിക്കുകയാണ്. ഇറ്റ്സ് സിമ്പിൾ, സ്ക്വീസ് ദ ലെമൺ ഇൻ ടു വാട്ടർ, ആഡ് സം ഷുഗർ ആൻഡ് മിക്സ്, ലെമൺ ജ്യൂസ് ഈസ് റെഡി. അപ്പം എന്താ പറയുന്നത്, സിമ്പിളാണ്. സ്ക്വീസ് ദ ലെമൺ, നാരങ്ങ പിഴിയുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക, അപ്പോൾ ലെമൺ ജ്യൂസ് തയ്യാറായി എന്ന് പറയുകയാണ്. ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അനിയത്തിക്ക് ഒരു സംശയം, വേർ ഡിഡ് ദ ഷുഗർ ഗോ? നമ്മളിട്ട ഷുഗർ എവിടെ പോയി, പഞ്ചസാര എവിടെ പോയി? കനോട്ട് ബി സീൻ, ദ ഷുഗർ ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അത് കാണാനായിട്ട് കഴിയില്ല, ആ ഷുഗർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, അലിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ബ്രദർ പറഞ്ഞു കൊടുക്കുകയാണ്. ഡു ഓൾ സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ? എല്ലാ സബ്സ്റ്റൻസും എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ഡിസോൾവ് ആവുമോ? നോ, നോട്ട് ഓൾ സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ.
ഹൗ ഡു വി ഫൈൻഡ് സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ? ഇങ്ങനെ വെള്ളത്തിൽ അലിയാത്ത സബ്സ്റ്റൻസ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ബൈ ആഡിങ് ദ സബ്സ്റ്റൻസ് ടു വാട്ടർ ആൻഡ് ഒബ്സർവിങ് ഇഫ് ഇറ്റ് ഡിസോൾവ് ഓർ നോട്ട്. നമ്മൾ വെള്ളത്തിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിച്ച് നോക്കുക, എന്താണ് ഡിസോൾവ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കാവുന്നതാണ്. Now shall we do an experiment using the following items? നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്? ഷുഗർ, സാൾട്ട്, വിനെഗർ, ബേക്കിംഗ് സോഡ, ഡിറ്റർജൻറ്റ്, കെറോസിൻ, കോക്കനട്ട് ഓയിൽ, വാക്സ്, ക്യാംഫർ, കോപ്പർ സൾഫൈറ്റ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. Which of these above substances dissolve in water? Are there any substances that do not dissolve in water? Write your guesses. Conduct the experiment and list your findings. അപ്പം ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ സബ്സ്റ്റൻസ് ഒക്കെ വെള്ളത്തിൽ നിങ്ങൾ ഡിസോൾവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുകയാണ് വേണ്ടത്. വെള്ളത്തിൽ മിക്സ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഡിസോൾവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എഴുതുക. എന്നിട്ട് നമുക്ക് അവിടെ താഴെ തന്നിട്ടുള്ള ഒരു ടേബിൾ സബ്സ്റ്റൻസസ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടറും പിന്നെ സബ്സ്റ്റൻസസ് ദാറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടറും അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ് വരിക? ഷുഗർ, സോൾട്ട്, വിനെഗർ, ബേക്കിംഗ് സോഡ, ഡിറ്റർജൻറ്റ്, കോപ്പർ സൾഫേറ്റ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ഡിസോൾവ് ചെയ്യാത്ത സബ്സ്റ്റൻസസ് വാക്സ്, കെറോസിൻ, കോക്കനട്ട് ഓയിൽ, വാക്സ് എഴുതിയിട്ടുണ്ടല്ലോ, ക്യാംഫർ. ഇത്രയും ഡിസോൾവ് ചെയ്യില്ല. യു ഹാവ് സീൻ ദാറ്റ് സം സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പം ചില സോളിഡ്സും ചില ലിക്വിഡ്സും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. ഡു ഗ്യാസസ് ഡിസോൾവ് ഇൻ വാട്ടർ? ക്യാൻ യു ഗസ്? ഇനി അതുപോലെ ഗ്യാസസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഡിസോൾവ് ചെയ്യും അല്ലേ? ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ നമുക്കൊരു അക്വേറിയത്തിൽ ഒരു ഫിഷ് ബ്രീത്ത് ചെയ്യുന്ന പിക്ചറാണ് തന്നിട്ടുള്ളത്. വെർ ഡു ദ ഫിഷസ് ഇൻ ദ അക്വേറിയം ഗെറ്റ് ഓക്സിജൻ ടു ബ്രീത്ത്? ഈ ഫിഷസിന് ബ്രീത്ത് ചെയ്യാനുള്ള ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫിഷസ് ബ്രീത്ത് ഓക്സിജൻ ദാറ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്സിജൻ വെള്ളത്തിൽ ലയിച്ച് കിടക്കുകയാണ്. ആ ലയിച്ച് കിടക്കുന്ന ഓക്സിജനാണ് ഫിഷസ് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസസും വാട്ടറിൽ ഡിസോൾവ് ആവും എന്ന് മനസ്സിലായില്ലേ? Have you seen the bubbles coming out of the soda bottle when you open it? How is the soda water made? ഒരു സോഡ വാട്ടറിൻ്റെ ബോട്ടിൽ നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ബബിൾസ് വരുന്നതായിട്ട് കാണാം അല്ലേ? അതെന്തുകൊണ്ടാണ്? എങ്ങനെയാണ് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവിടെ താഴെ തന്നെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. സോഡ വാട്ടർ ഇസ് മെയ്ഡ് ബൈ ഡിസോൾവിങ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ. കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് സോഡ വാട്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. ദ ബബിൾസ് ആർ കോസ്ഡ് ബൈ ദ റിലീസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് വെൻ ദ സോഡ ബോട്ടിൽ ഈസ് ഓപ്പൺഡ്. അപ്പോൾ ഈ സോഡ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ ലയിച്ചിട്ടുള്ള അതിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ഉള്ളത് കൊണ്ടാണ് ബബിൾസ് വരുന്നത്. വാട്ട് വാസ് ഡിസോൾവ്ഡ് വെൻ ദ ലെമൺ ജ്യൂസ് വാസ് പ്രിപ്പയർഡ്? ലെമൺ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ലയിച്ച സാധനങ്ങൾ എന്തൊക്കെയാണ്? ലെമണും ഷുഗറും അല്ലേ? വേർ ഡിഡ് ദ ഡിസോൾവ് ഇൻ? അവർ ഏതിലാണ് ലയിച്ചിട്ടുള്ളത്? വാട്ടറിലാണ് ലയിച്ചിട്ടുള്ളത്, ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഈസ് കോൾഡ് എ സൊല്യൂട്ട് ആൻഡ് ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഇറ്റ് ഡിസോൾവ്സ് ഈസ് കോൾഡ് എ സോൾവെൻറ്റ്. ലയിക്കുന്ന ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്താണോ അതിനെ സൊല്യൂട്ട് എന്നും എന്തിലാണോ ഡിസോൾവ് ചെയ്യുന്നത് അതിനെ സോൾവെൻ്റ് എന്നുമാണ് പറയുക. എ സൊല്യൂഷൻ ഈസ് ഫോംഡ് വെൻ ദ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെൻറ്റ്. ഇങ്ങനെ സൊല്യൂട്ടും സോൾവെൻറ്റും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൊല്യൂട്ട്, സോൾവെൻറ്റ്, സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ലിസ്റ്റ് ദ സൊല്യൂഷൻ, സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദ പ്രീവിയസ് ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ ഒരു ആക്ടിവിറ്റി ചെയ്തില്ലേ, വെള്ളത്തിൽ കുറച്ച് ഒബ്ജക്ട്സ് ഡിസോൾവ് ചെയ്യിച്ച് നോക്കിയെന്ന്. അതിൽ സൊല്യൂഷൻ ഏതാണ്, സോല്യൂട്ട് ഏതാണ്, സോൾവെൻ്റ് ഏതാണെന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തേത് ഷുഗർ സൊല്യൂഷനാണ്. ഷുഗർ സൊല്യൂഷനിൽ സൊല്യൂട്ട്, അതായത് നമ്മൾ ഡിസോൾവ് ചെയ്യിക്കുന്നത് ഷുഗറാണ്. ഏതിലാണ് ഡിസോൾവ് ചെയ്യിക്കുന്നത്? വാട്ടറിലാണ്. അപ്പോൾ സോൾവെൻറ്റ് വാട്ടറാണ്. സോഡ വാട്ടറിൽ സൊല്യൂട്ട് കാർബൺ ഡയോക്സൈഡ് ആണ്, സോൾവെൻറ്റ് വാട്ടറാണ്. ദെൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ സൾഫേറ്റ് ആണ് സൊല്യൂട്ട്, വാട്ടറാണ് സോൾവെൻറ്റ്. ദെൻ ഡൈലൂട്ടഡ് വിനെഗറിൽ വിനെഗറാണ് സൊല്യൂട്ട്, വാട്ടറാണ് സോൾവെൻറ്റ്. ഫൈൻഡ് മോർ സബ്സ്റ്റൻസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ ആൻഡ് എക്സ്പാൻഡ് ദ ടേബിൾ. ഹൗ ഡു യു റിമൂവ് ജാക്ക് ഫ്രൂട്ട് ഗം ആൻഡ് ടാർ ഇഫ് ദ സ്റ്റിക്ക്? ഇനി ഒരു ജാക്ക് ഫ്രൂട്ട് നമ്മൾ ചക്ക കട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നുള്ള പശ എങ്ങനെയാണ് നമ്മൾ വേർതിരിക്കുക? യൂസിങ് കോക്കനട്ട് ഓയിൽ ഓർ കെറോസിൻ. മണ്ണെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലേ? വൈ കാൺ ദിസ് ബി വാഷ്ഡ് ഓഫ് വിത്ത് വാട്ടർ? ഇത് എന്തുകൊണ്ടാണ് വെള്ളത്തിൽ കഴുകി കളയാത്തത്? ബിക്കോസ് ജാക്ക് ഫ്രൂട്ട് ഗം വിൽ നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. കാരണം എന്താണ്? ഈ ജാക്ക് ഫ്രൂട്ടിൻ്റെ ചക്കപ്പശ വെള്ളത്തിൽ ഡിസോൾവ് ആവാത്തത് കൊണ്ടാണ് നമ്മൾ അതിൽ കഴുകി കളയാത്തത്. വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു റിമൂവ് ബോൾ പോയിന്റ് പെൻ ഇങ്ക് ഓൺ ക്ലോത്ത്സ്? അപ്പോൾ ഒരു വസ്ത്രത്തിലായിട്ടുള്ള അല്ലെങ്കിൽ ഡ്രസ്സിലായിട്ടുള്ള ഇങ്ക് മഷി നീക്കം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി എന്താണ്? യൂസിങ് ആൽക്കഹോൾ യൂസ് ചെയ്താൽ മതി. അടുത്ത സബ്സ്റ്റൻസസ് സൊല്യൂബിൾ ഇൻ വാട്ടർ, സൊല്യൂബിൾ ഇൻ കെറോസിൻ ആൻഡ് കോക്കനട്ട് ഓയിൽ ടു നോ.
ഈ വെള്ളത്തിൽ ഡിസോൾവ് ആവുന്ന എല്ലാ സബ്സ്റ്റൻസും കെറോസിനിലും കോക്കനട്ട് ഓയിലും ഒക്കെ സൊല്യൂബിൾ ആവുമോ? ഇല്ല അല്ലേ. ചില സബ്സ്റ്റൻസ് മാത്രമേ ഓയിലിലും കെറോസിനിലും ഒക്കെ സൊല്യൂബിൾ ആയിട്ടുള്ളൂ. ബാക്കി അധിക സബ്സ്റ്റൻസും വാട്ടറിലാണ് സൊല്യൂബിൾ ആയിട്ടുള്ളത്. നമുക്കിവിടെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാട്ടറിലും കെറോസിനിലും കോക്കനട്ട് ഓയിലിലും ഏതൊക്കെയാണ് ഡിസോൾവ് ആവുന്നതെന്ന് നോക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സോൾവെൻ്റ് എന്ന് പറയുന്നത്, അതായത് ഏതിലാണോ ഡിസോൾവ് ചെയ്യിക്കുന്നത് അത് ആ സോൾവെൻറ്റുകൾ വാട്ടർ, കെറോസിൻ, കോക്കനട്ട് ഓയിൽ. സൊല്യൂട്ടുകൾ ഷുഗർ, സോൾട്ട്, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ്, ക്യാംഫർ എന്ന് വെച്ചാൽ കർപ്പൂരം. നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഷുഗർ ഓരോന്നിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഷുഗർ ചെയ്യുന്ന സമയത്ത്, വാട്ടറിൽ ചെയ്യുന്ന സമയത്ത് അത് ഡിസോൾവ് ആവുന്നുണ്ട്. കെറോസിനിൽ ചെയ്യുമ്പോൾ ഡിസോൾവ് ആവില്ല. കോക്കനട്ട് ഓയിലിൽ ചെയ്യുമ്പോഴും ഡിസോൾവ് ആവില്ല. സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ആവും, കെറോസിനിലും കോക്കനട്ട് ഓയിലും ഡിസോൾവ് ആവില്ല. ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ വാട്ടറിൽ ഡിസോൾവ് ആവും, കെറോസിനിലും കോക്കനട്ട് ഓയിലും ഡിസോൾവ് ആവുന്നില്ല. കോപ്പർ സൾഫേറ്റ് വാട്ടറിൽ ഡിസോൾവ് ആവുന്നു, കെറോസിനിലും കോക്കനട്ട് ഓയിലും ഡിസോൾവ് ആവുന്നില്ല. ക്യാംഫർ വാട്ടറിൽ ഡിസോൾവ് ആവുന്നില്ല, കെറോസിനിൽ ഡിസോൾവ് ആവുന്നുണ്ട്, കോക്കനട്ട് ഓയിലും ഡിസോൾവ് ആവുന്നുണ്ട്. അനലൈസ് ദ കംപ്ലീറ്റ് ടേബിൾ ആൻഡ് റൈറ്റ് ഡൗൺ ദ ഫൈൻഡിങ്സ്. അപ്പോൾ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മക്കളെ? മോസ്റ്റ് സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ. അധിക വസ്തുക്കളും വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നതാണ്. Water has the ability to dissolve many substances. Hence, water is called the universal solvent. വെള്ളത്തിന് ഒരുപാട് വസ്തുക്കളെ ഡിസോൾവ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. റൈറ്റ് മോർ എക്സാമ്പിൾസ് ദാറ്റ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഡിസോൾവിങ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ വാട്ടറിൻ്റെ ഡിസോൾവിങ് കപ്പാസിറ്റി യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ടു വാഷ് ക്ലോത്ത്സ്, ഡ്രസ്സ്, വസ്ത്രങ്ങൾ കഴുകാനായിട്ട്. ടു പ്രിപ്പയർ വേരിയസ് ടൈപ്പ് ഓഫ് ഡ്രിങ്ക്സ്, വ്യത്യസ്ത തരത്തിലുള്ള പാനീയങ്ങൾ ഉണ്ടാക്കാൻ. വൈൽ വാട്ടറിങ് പ്ലാന്റ്സ്, ചെടികൾ നനയ്ക്കാൻ. വൈൽ ഡൈലൂട്ടിങ് പെയിൻറ്റുകൾ ഡൈലൂട്ട് ചെയ്യാൻ. വെൻ ദ ഡേർട്ട് ഈസ് വാഷ്ഡ് ഓഫ്, അതുപോലെ കറകൾ കഴുകിക്കളയാൻ. ഡു ദ ഫോളോയിങ് എക്സ്പെരിമെൻറ്റ്സ് യൂസിങ് വാട്ടർ, ഷുഗർ ആൻഡ് ഇങ്ക്. നമുക്ക് താഴെ ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. അത് ഷുഗറും വാട്ടറും ഇങ്കും വെച്ചിട്ട് മഷിയും വെച്ചിട്ട് ചെയ്യാനാണ് കേട്ടോ. സിറ്റുവേഷൻ 1. Take water in 2 glasses and mix sugar grains in one and powdered sugar in the other. ഒരു 2 ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. അതിലേക്ക് ഒന്നിൽ പഞ്ചസാരയുടെ തരികളും ഒന്നിലേക്ക് പൊടിച്ച് ചേർത്ത ഷുഗറും ചേർക്കുക. Situation 2. Take 2 glasses of water. Dissolve sugar in the first glass with stirring and dissolve the sugar in second glass without stirring. ഇനി 2 ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. ഒന്നിൽ പഞ്ചസാര സ്റ്റിർ ചെയ്തിട്ട്, അതായത് ഇളക്കിയിട്ട് വയ്ക്കുക. ഒന്നിൽ ഇളക്കാതെ ഡിസോൾവ് ചെയ്യിക്കുക. Situation 3. Take hot water in 1 glass, cold water in another glass and mix a drop of ink in each. ഇനി ഒരു ഗ്ലാസ്സിൽ ചൂടുള്ള വെള്ളവും ഒരു ഗ്ലാസ്സിൽ നല്ല തണുത്ത വെള്ളം എടുക്കുക. ഇതിൽ രണ്ടിലും മഷി കലക്കി നോക്കുക. ഇസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ സ്പീഡ് അറ്റ് വിച്ച് ഷുഗർ ആൻഡ് ഇങ്ക് ഡിസോൾവ്. ഷുഗറും ഇങ്കും ഡിസോൾവ് ചെയ്യുന്നതിൽ എന്തെങ്കിലും സ്പീഡിൽ വ്യത്യാസമുണ്ടോ? യെസ് ഉണ്ട്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ സ്പീഡ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് സബ്സ്റ്റൻസസ്. ഇനി ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസോൾവ് ചെയ്യുന്ന അബിലിറ്റിയെ, ഡിസൊല്യൂഷനെ, അതിൻ്റെ സ്പീഡ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യുന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് ഇതിൻ്റെ ഡിസൊല്യൂഷൻ വരുന്നത്, എങ്ങനെയൊക്കെയാണത് ഡിസോൾവ് ചെയ്യുന്നത് എന്ന് ആദ്യം എഴുതാം. ഫസ്റ്റ് സിറ്റുവേഷനിൽ ഷുഗർ ഗ്രെയിൻസ് ഡിസോൾവ് സ്ലോലി, പൗഡേർഡ് ഷുഗർ ഡിസോൾവ് ഫാസ്റ്റർ. സിറ്റുവേഷൻ 2, ഷുഗർ സ്റ്റിർ ചെയ്ത ഷുഗർ ഡിസോൾവ് ഫാസ്റ്റർ, ഷുഗർ വിത്തൗട്ട് സ്റ്റിറിങ് ഡിസോൾവ് സ്ലോലി. Situation 3. Ink in hot water dissolves faster. Ink in cold water dissolves slowly. അപ്പോൾ ഡിസൊല്യൂഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് മക്കളെ? ഒന്ന്, അതിൻ്റെ സർഫസ് ഏരിയ, അതായത് വലിയ തരികളാണെങ്കിൽ ഡിസോൾവ് ചെയ്യാൻ വൈകും, ചെറിയ തരികളാണെങ്കിൽ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും. സെക്കൻഡ്, അതിൻ്റെ സ്പീഡ്. നമ്മൾ സ്റ്റിർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ, അല്ലെ, സ്റ്റിർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസോൾവ് ചെയ്യും പെട്ടെന്ന്, സ്റ്റിറിങ് ഇല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യില്ല. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ, ഹോട്ട് ആണെങ്കിൽ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും, കോൾഡ് ആണെങ്കിൽ ഡിസൊല്യൂഷൻ വൈകും. Water in many forms. Look at the picture. How is ice formed? എങ്ങനെയാണ് ഒരു ഐസ് ഉണ്ടാവുന്നത്? നമ്മൾ വാട്ടർ കൂൾ ചെയ്യുമ്പോഴാണ്, തണുപ്പിക്കുമ്പോഴാണ് അല്ലേ അത് ഐസായിട്ട് മാറുന്നത്. ഐസ് ഈസ് ദ സോളിഡ് ഫോം ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ സോളിഡ് ഫോമാണ് ഐസ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഐസ്? ഒരു ഐസിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതണം.
ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ടു പ്രിസർവ് ഫുഡ് ഐറ്റംസ് ഫ്രം സ്പോയിലിംഗ്, ഫുഡ് ഐറ്റംസ് കേടുവരാതെ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇൻ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ടു റെഡ്യൂസ് പെയിൻ, ഇൻഫെക്ഷൻ ആൻഡ് സ്വെല്ലിങ്. ഇപ്പോൾ വീക്കവും വേദനയൊക്കെ കുറയാൻ മെഡിസിനൽ ഫീൽഡിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റായിട്ട് ഐസ് യൂസ് ചെയ്യാറുണ്ട്. ആർട്ട് വർക്ക് വിത്ത് ഐസ് ടു ചിൽ ബീവറേജസ് ടു പ്രിസർവ് മെഡിസിൻസ്. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഐസ് ഈസ് ലെഫ്റ്റ് ഔട്ട്സൈഡ് ഫോർ എ ഷോർട്ട് ടൈം? കുറച്ച് സമയം ഐസ് നമ്മൾ പുറത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? അതിനുള്ള കാരണം എന്താണ്? എന്ത് സംഭവിക്കുക? ഐസ് മെൽറ്റ്സ് ആൻഡ് ഇറ്റ് ബിക്കംസ് വാട്ടർ ബിക്കോസ് ഐസ് അബ്സോർബ്സ് ഹീറ്റ് ആൻഡ് ബിക്കംസ് വാട്ടർ. ഐസ് ഉരുകിയിട്ട് വെള്ളമായിട്ട് മാറും അല്ലേ? കാരണം എന്താണ്? ഐസ് പുറത്തുള്ള ചൂട് അബ്സോർബ് ചെയ്തിട്ടാണ് വെള്ളമായി മാറുന്നത്. നെക്സ്റ്റ്, പ്രിപ്പയർ എ നോട്ട് ബൈ ഒബ്സർവിങ് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ദ ഐസ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. ഓരോ സിറ്റുവേഷനിലും ഐസിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ എക്സ്പെരിമെൻറ്റ് നോട്ട്? എക്സ്പെരിമെൻറ്റ് നോട്ടിൽ എഴുതേണ്ട കാര്യങ്ങൾ നോക്കൂ. എയിം, ആദ്യത്തെ എയിം എന്താണ്? ടു ഒബ്സർവ് ചേഞ്ച് ദാറ്റ് ഹാപ്പൻ ടു ഐസ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. വേണ്ട മെറ്റീരിയൽസ് ഐസ് ക്യൂബ്സ്, വെസൽസ്, ലിഡ്, ഹീറ്റ് സോഴ്സ്, അതായത് സ്റ്റവ് അല്ലെങ്കിൽ ബർണർ. പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുക? സിറ്റുവേഷൻ 1 ടേക്ക് സം ഐസ് ക്യൂബ്സ് ഇൻ എ വെസൽ അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് എടുക്കുക. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ, ടേക്ക് സം ഐസ് ക്യൂബ്സ് ഇൻ എ വെസൽ ആൻഡ് ഹീറ്റ് ദം ഓൺ എ സ്റ്റവ്. ഒരു സ്റ്റൗവിൽ വെച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് എടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യിക്കാം. തേർഡ് സിറ്റുവേഷൻ നോക്കൂ, ടേക്ക് സം വാട്ടർ ഇൻ എ വെസൽ ആൻഡ് ഹീറ്റ് ഇറ്റ് അൺടിൽ ഇറ്റ് ബിഗിൻസ് ടു ബോയിൽ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് സ്റ്റൗവിൽ വെക്കുക, എന്നിട്ട് അത് തിളപ്പിക്കുക, ബോയിൽ ആവുന്ന വരെ നിൽക്കുക. സിറ്റുവേഷൻ 4, ആഫ്റ്റർ ബോയിലിംഗ് ദ വാട്ടർ ക്ലോസ് ഇറ്റ് വിത്ത് എ ലിഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്, റിമൂവ് ദ ലിഡ് ആൻഡ് എക്സാമിൻ ദ ബോട്ടം ഓഫ് ദ ലിഡ്. വെള്ളം തിളച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അതൊരു പാത്രം അടപ്പ് വെച്ചിട്ട് അടച്ചു വയ്ക്കുക. കുറച്ച് സമയത്തിന് ശേഷം അടപ്പ് തുറക്കുമ്പോൾ എന്താണ് കാണാൻ പറ്റുന്നത്? ഈ ഓരോ സിറ്റുവേഷനിലെയും ഒബ്സർവേഷൻസ് നോക്കാം. സിറ്റുവേഷൻ 1 ദ ഐസ് മെൽറ്റ് സ്ലോലി. Situation 2, the ice melts rapidly as it absorbs heat from the stove, quickly turning into water. Situation 3, the water reaches its boiling point and begins to form water vapor. Water vapors ഉണ്ടാവും, അതായത് നീരാവി വരും. പിന്നെ സിറ്റുവേഷൻ 4, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ ഒബ്സർവ്ഡ് ഓൺ ദ ബോട്ടം ഓഫ് ദ ലിഡ്. നമ്മളങ്ങനെ അടപ്പ് തുറന്നു കഴിയുന്ന സമയത്ത് നമുക്കതിൽ ജലത്തിൻ്റെ കണികകൾ, വെള്ളത്തുള്ളികൾ കാണാനായിട്ട് സാധിക്കും. ഇൻ്റർഫിയറൻസ് എന്താണ്? ഐസ് മെൽറ്റ് സ്ലോലി അറ്റ് റൂം ടെമ്പറേച്ചർ ഡ്യൂ ടു ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം ദ സറൗണ്ടിങ്സ്. പുറത്തുള്ള ചുറ്റുപാടിലുള്ള ചൂട് അബ്സോർബ് ചെയ്തിട്ടാണ് ഐസ് മെൽറ്റ് ആവുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ ഹീറ്റ് കുറച്ചല്ലേ കിട്ടുള്ളൂ, അതുകൊണ്ട് ഐസ് സ്ലോ ആയിട്ടേ മെൽറ്റ് ആവുകയുള്ളൂ. വെൻ ഹീറ്റ് ഈസ് അപ്ലൈഡ് ഡയറക്ട്ലി ദ ഐസ് മെൽറ്റ്സ് ഫാസ്റ്റർ. ഇനി നമ്മൾ കുറച്ചുകൂടെ ഹീറ്റ് കൊടുക്കും, അതായത് സ്റ്റൗവിൽ വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഐസ് ഹീറ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഐസ് പെട്ടെന്ന് മെൽറ്റ് ആവും. ബോയിലിംഗ് വാട്ടർ കൺവേർട്സ് ഇൻടു വാട്ടർ വേപ്പർ. തിളയ്ക്കുന്ന വെള്ളം എന്തായിട്ട് മാറും? ബോയിലിംഗ് വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് മാറും, നീരാവിയായിട്ട് മാറും. വാട്ടർ വേപ്പർ കൂൾസ് ആൻഡ് ബിക്കംസ് വാട്ടർ അഗെയിൻ. ഈ വാട്ടർ വേപ്പേഴ്സിനെ നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ, കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും വാട്ടറായിട്ട് മാറും. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ, വെൻ ഐസ് ഈസ് കെപ്റ്റ് ഇൻ എ വെസൽ. ഐസ് ഒരു വെസലിൽ വെക്കുമ്പോൾ മെൽറ്റ് സ്ലോലി ടു ഫോം വാട്ടർ, പതുക്കെ വെള്ളമായിട്ട് മാറുന്നു. വെൻ ഐസ് ഈസ് ഹീറ്റഡ്, ഐസ് ചൂടാക്കുമ്പോൾ മെൽറ്റ് ഫാസ്റ്റ്ലി ടു ഫോം വാട്ടർ, പെട്ടെന്ന് വാട്ടറായിട്ട് മാറുന്നു. വെൻ ദ വാട്ടർ ഇൻ ദ വെസൽ ബോയിൽസ്, വെസലിലുള്ള വെള്ളം ബോയിൽ ചെയ്യുമ്പോൾ, തിളപ്പിക്കുമ്പോൾ ഫോംസ് വാട്ടർ വേപ്പർ, നീരാവിയായിട്ട് മാറുന്നു, വാട്ടർ വേപ്പർ ഉണ്ടാകുന്നു. വെൻ ലുക്കിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ലിഡ് ഓഫ് ദ വെസൽ ആഫ്റ്റർ ബോയിലിംഗ് ദ വാട്ടർ, വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ ആ അടപ്പ് തുറക്കുന്ന സമയത്തോ വാട്ടർ വേപ്പർ കൂൾസ് ആൻഡ് ബിക്കംസ് വാട്ടർ അഗെയിൻ, വാട്ടർ വേപ്പേഴ്സ് തണുത്ത് വീണ്ടും വാട്ടറായിട്ട് മാറുന്നു. In many situations, we use the ability of water to conduct heat. Which are those situations? ഇനി നമ്മൾ ഒരു വാട്ടറിൻ്റെ ഹീറ്റിംഗ് കപ്പാസിറ്റി, അതായത് ചൂടുവെള്ളം നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അത് നമ്മൾ എപ്പോഴൊക്കെയാണ് വെള്ളത്തിൻ്റെ ബോയിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹീറ്റ് ആവാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി യൂസ് ചെയ്യുന്നത്? ഫോർ കുക്കിംഗ് റൈസ്, അരി വേവിക്കാൻ. In medical treatment, to treat fever. Power generation, steam powered turbines. To reduce pain, muscle relaxation. Haven't you noticed that when water is heated, it rises up as steam? വെള്ളം ചൂടാവുന്ന സമയത്ത് അത് നീരാവിയായിട്ട് പോകുന്നുണ്ടല്ലേ? വാട്ട് ഹാപ്പൻസ് ടു ദ മോയ്സ്ചർ ഇൻ ദ വെറ്റ് ക്ലോത്ത് ആസ് ദേ ഗെറ്റ് ഡ്രൈ? ഇനി നനഞ്ഞ തുണി എങ്ങനെയാണ് നമ്മൾ അയലിൽ വിരിച്ചിടുന്ന സമയത്ത് അത് ഉണങ്ങി കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മക്കളെ? നമ്മളുടെ ഈ തുണിയിലുള്ള വെള്ളം ഹീറ്റ് ചെയ്തിട്ട് എന്താകുന്നുണ്ട്? അതിലെ വാട്ടർ നീരാവിയായി പോകുന്നുണ്ട് അല്ലേ? അങ്ങനെയാണ് അത് ഉണങ്ങി കിട്ടുന്നത്. ദ സ്പ്രെഡിങ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് ലിക്വിഡ് ഫ്രം ഇറ്റ്
its surface to the surroundings is called vaporization. ഒരു ദ്രാവകത്തിന്റെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ ഉപരിതലത്തിൽ നിന്ന്, സർഫസിൽ നിന്ന്, അതിന്റെ ചുറ്റുപാടിൽ നിന്ന് ചെറിയ ചെറിയ സ്മോൾ പാർട്ടിക്കിൾസ് നമ്മുടെ ചുറ്റുപാടിലേക്ക്, സറൗണ്ടിങ്സിലേക്ക് വ്യാപിക്കുന്നതിന് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. Then as the substance heats up, the rate of vaporization increases. എന്താണ് ഹീറ്റ് ആവുന്ന സമയത്ത്, ചൂടാവുന്ന സമയത്ത് എന്താണ് വേപ്പറൈസേഷന്റെ എമൗണ്ട്, അളവ് അല്ലെങ്കിൽ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. വേപ്പറൈസേഷൻ ഒക്കേഴ്സ് അറ്റ് ഓൾ ടെമ്പറേച്ചർ, എല്ലാ ടെമ്പറേച്ചറിലും വേപ്പറൈസേഷൻ നടക്കും. വാട്ടർ ഈസ് ദ ഓൺലി സബ്സ്റ്റൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ നേച്ചർ ഇൻ ഓൾ ദ 3 states, solids, liquids and gas. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈ 3 സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്ന, നിലനിൽക്കുന്ന അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, ഈ 3 സ്റ്റേറ്റിലേക്കും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സബ്സ്റ്റൻസ് വാട്ടർ മാത്രമാണ്. വാട്ടർ ലെവൽ. ലുക്ക് അറ്റ് ദ ബിൽഡർ ഹു മെഷേഴ്സ് ദ ലെവൽ യൂസിങ് ദ ലെവൽ ട്യൂബ് ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പം നമ്മളുടെ വീട് പണിക്കൊക്കെ ഇങ്ങനെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ. ഫിൽ എ ലെവൽ ട്യൂബ് വിത്ത് വാട്ടർ ആൻഡ് ചെക്ക് ദ ലെവൽ ഓഫ് ഡിഫറെൻറ്റ് പ്ലേസസ് ഇൻ യുവർ ക്ലാസ് റൂം. ഇതുപോലെ ട്യൂബിൽ വാട്ടർ നിറച്ചിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിലെ വാട്ടർ ലെവൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Make the apparatus as shown in the picture. Pour water in any bottle and observe what is happening. അപ്പോൾ നമുക്ക് മുകളിൽ തന്നിട്ടുള്ള ആ ചിത്രം പോലെ 3 ബോട്ടിൽസ് എടുക്കുക. അതിൻ്റെ താഴെ 3 ഭാഗത്തായിട്ട് എന്ത് ചെയ്യുക, ഓരോ ഭാഗത്ത് ഒരു ബോട്ടിലിൻ്റെ ഒരു ഭാഗത്ത്, 2 ബോട്ടിലിൻ്റെ ഓരോ ഭാഗത്തും നടുവിലുള്ള ബോട്ടിലിൻ്റെ 2 ഭാഗത്തുമായിട്ട് എന്ത് ചെയ്യുക, താഴെ തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഹോൾസ് നിങ്ങൾ ചെറിയ പൈപ്പ് വഴി കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 3 ബോട്ടിൽസിലും വെള്ളം നിറയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ഓഫ് വാട്ടർ നിറയ്ക്കുക കേട്ടോ. റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ യുവർ സയൻസ് ഡയറി. എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണോ അത് സയൻസ് ഡയറിയിൽ എഴുതണം. വാട്ട് വിൽ ഹാപ്പൻ ടു ദ വാട്ടർ ലെവൽ ഇൻ ദ വെൽസ് ഓഫ്. സോ നമുക്ക് എന്താ മക്കളെ കാണാനായിട്ട് പറ്റുക, ഈ 3 ബോട്ടിലെയും വാട്ടറിന്റെ ലെവൽ സെയിം ആയി മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ നിങ്ങൾ ഒരു ബോട്ടിൽ കൂടുതൽ വെള്ളം, ഒന്നിൽ കുറവ് വെള്ളം എടുത്തിട്ടുള്ളെങ്കിൽ കൂടി ഈ കൂടുതലുള്ള ബോട്ടിൽ നിന്ന് കുറഞ്ഞ ബോട്ടിലേക്ക് വെള്ളം എന്ത് ചെയ്യുന്നു, ഫ്ലോ ചെയ്തിട്ട് ഈ 3 ബോട്ടിലും സെയിം എമൗണ്ട് ഓഫ് വാട്ടർ ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. What will happen to the water level in the wells of the nearby houses when water bodies dry up? ഇങ്ങനെയാണെങ്കിൽ ഓരോ നിങ്ങളുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ ഒരു പരിസരത്തിന് ചുറ്റുമുള്ള വാട്ടർ ബോഡീസ്, നദീതടങ്ങളൊക്കെ, അതിലൊക്കെ വെള്ളം വറ്റി പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കിണറുകൾ അല്ലെങ്കിൽ അതിലെ വെള്ളത്തിന്റെ അളവിനെ അതെങ്ങനെ ബാധിക്കും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? When water bodies dry up, it results in the depletion of water level. Water maintains its level. It leads to the fall of water levels in the well of the nearby houses. അപ്പോൾ വെള്ളത്തിൽ എന്താണ് പറയുക, നമ്മുടെ ചുറ്റുമുള്ള പുഴകളിലും കുളത്തിലൊക്കെ ഉള്ള വെള്ളത്തിന്റെ അളവ് കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലുള്ള വെള്ളത്തിന്റെ അളവിനെ ബാധിക്കും. നമ്മുടെ കിണറുകളിലും അതേ അളവ് തന്നെ വെള്ളം ഉണ്ടാവുകയുള്ളൂ. പുഴയുടെ ലെവലിൽ എത്രയാണോ വെള്ളം, അതേ ലെവലിൽ തന്നെ നമ്മുടെ വീട്ടിലെ കിണറ്റിലും വെള്ളം ഉണ്ടാവുകയുള്ളൂ. വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. ദിസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. അപ്പോൾ വെള്ളം അതിൻ്റെ ലെവല് എപ്പോഴും നിലനിർത്തും. അതായത് വാട്ടർ എങ്ങനെ ഇതാക്കിയാലും എന്താണ്, എങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്താലും അത് ഒരേ ലെവലിലായിരിക്കും അത് സ്പ്രെഡായി നിൽക്കുക, മെയിൻറ്റെയിൻ ചെയ്യും അതിൻ്റെ ലെവല്. ഇത് വെള്ളത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. വാട്ടർ സോഴ്സസ്. ഇനി ഏതൊക്കെ വാട്ടർ സോഴ്സസ് നിങ്ങൾക്ക് അറിയാം മക്കളെ? എർത്ത് ഈസ് എ വാട്ടറി പ്ലാനറ്റ്. വെള്ളം കൊണ്ട് സമൃദ്ധമായ ഒരു പ്ലാനറ്റ് ആണ് എർത്ത് എന്ന് പറയുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. വാട്ട് ഈസ് ദ മെയിൻ ബോഡി ഓഫ് വാട്ടർ ഓൺ എർത്ത്? അപ്പോൾ താഴെ തന്നിട്ടുള്ള 2 പിക്ചർ കണ്ടോ? നമ്മുടെ എർത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം നമുക്ക് ലഭിക്കാൻ കാരണമായിട്ടുള്ള വാട്ടർ സോഴ്സ് ഏതാണ്? സീ ആണ് അല്ലേ, കടലാണ്. Sea water contains large amount of dissolved salts, so it cannot be used for daily needs. അപ്പോൾ കടൽ വെള്ളം എന്താണ്, ഉപ്പിന്റെ അംശം ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കടൽ വെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. Write down the sources of fresh water around you. Water reaches these water sources through rain. അപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണെന്ന് എഴുതാൻ, ഫ്രഷ് വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സ്ട്രീംസ്, റിവേഴ്സ്, പോണ്ട്, ഗ്രൗണ്ട് വാട്ടർ, പിന്നെ ബോർവെൽസ്, അതുപോലെ വെൽസ്, ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാം കേട്ടോ. പിന്നെ ഇതിലെല്ലാം വെള്ളം എത്തുന്നത് എങ്ങനെയാണ്? ത്രൂ റെയിൻ, മഴ വഴിയാണ്. മഴയിലൂടെയാണ് നമുക്ക് ഇതിലെല്ലാം, ഈ വാട്ടർ ബോഡീസിലെല്ലാം വെള്ളം കിട്ടുന്നത്. വാട്ടർ ഡ്രോപ്സ് സേസ്. ഇനി ഒരു വെള്ളത്തുള്ളിക്ക് എന്താ പറയാനുള്ളത് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ലിവിങ് ബീങ്സ് കനോട്ട് ലിവ് വിത്തൗട്ട് അസ്. ഞങ്ങളെ കൂടാതെ ഒരു ജീവജാലങ്ങൾക്കും നിലനിൽപ്പില്ല. ആസ് ദ വാട്ടർ ബോഡീസ് ഗെറ്റ് ഹീറ്റഡ് അപ്പ് വി റൈസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. വാട്ടർ ബോഡീസ് ചൂടാവുന്ന സമയത്ത് അതിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ് ഞങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത്. വി ദെൻ ഗെറ്റ് കൂൾഡ് ആൻഡ് ടേൺ ഇൻ ടു റെയിൻ ക്ലൗഡ്സ്. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തണുത്ത് മേഘമായിട്ട് എന്തായി, മഴയായി പെയ്യുന്നു. Then small particles in the rain clouds combine together as raindrops as fall into the earth.
ദസ് വി ബിക്കം പാർട്ട് ഓഫ് വാട്ടർ സോഴ്സസ്. അതുകൊണ്ട് തന്നെ ഞങ്ങളും എന്താണ്, ഒരു വാട്ടർ സോഴ്സസിന്റെ പാർട്ടാണ്, ഭാഗമാണ്. അപ്പം എന്താണ്, വാട്ടർ സോഴ്സസിലുള്ള വാട്ടർ ഹീറ്റ് ചെയ്തിട്ട് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് വേപ്പറൈസേഷൻ നടന്നിട്ട് അതിലുള്ള ജലകണികകൾ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ മുകളിലേക്ക് പോകുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു. അവിടെ വെച്ചിട്ട് എന്താവുന്നു, ഇത് തണുത്തിട്ട് മഴമേഘങ്ങളായിട്ട്, റെയിൻ ക്ലൗഡ്സ് ആയിട്ട് മാറുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഓരോ റെയിൻ ക്ലൗഡ്സും കമ്പൈൻ ചെയ്തിട്ടാണ് റെയിൻ ഡ്രോപ്സ് ആയിട്ട് താഴേക്ക് വരുന്നത്, മഴയായിട്ട് പെയ്യുന്നത്. Now, living beings depend on the fresh water available on earth, but some human activities are causing water pollution. അപ്പോൾ എല്ലാ മനുഷ്യർക്കും എന്ത് വേണം, നിലനിൽപ്പിനായിട്ട് വെള്ളം വേണം അല്ലെ, ശുദ്ധജലം വേണം, പ്യുവർ വാട്ടർ വേണം. പക്ഷേ ഈ മനുഷ്യരുടെ ആക്ടിവിറ്റീസ് കൊണ്ട് തന്നെയാണ് വാട്ടർ പൊല്യൂഷനും സംഭവിക്കുന്നത്. താഴെ കുറച്ചെടുത്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് നോക്കൂ. ഇതെല്ലാം വാട്ടർ പൊല്യൂഷന് കാരണമാണ്. എന്തൊക്കെയാണ്, ഫാക്ടറികളിൽ നിന്ന് മലിനജലം ഒഴുക്കി വിടുന്നത്, പിന്നെ വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ പുഴയിലേക്ക് തള്ളുന്നത്, പുഴകളിൽ വെച്ച് കന്നുകാലികളെ കുളിപ്പിക്കുന്നത്. ലെറ്റ് us കൺസേർവ് ഫോർ ഫ്യൂച്ചർ. നമുക്കിനി ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ കുടിവെള്ളം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നാണ് നോക്കുന്നത്. വി ആർ ഇൻ എ പ്ലേസ് ദാറ്റ് റിസീവ്സ് ലാർജ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ, ബട്ട് ഇൻ സമ്മർ ദർ ഈസ് എ ഡ്രോട്ട് ഇൻ മെനി ഏരിയാസ്. ഒരുപാട് മഴ കിട്ടുന്ന പ്രദേശമാണല്ലേ നമ്മുടേത്. എന്നാൽ വേനൽക്കാലം ആകുമ്പോൾ പല പ്രദേശത്തും പല ഏരിയകളിലും കഠിനമായിട്ടുള്ള വരൾച്ചയും ഉണ്ടാവാറുണ്ട്. ഇഫ് വി ഹാർവസ്റ്റ് റെയിൻ വാട്ടർ വി ക്യാൻ എൻഷുർ വാട്ടർ അവൈലബിലിറ്റി ഈവൻ ഇൻ സമ്മർ. നമ്മൾ വേണ്ട രീതിയിൽ മഴവെള്ളം സംഭരിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് സമ്മർ സീസൺ ആകുമ്പോൾ, അതായത് വേനൽക്കാലം ആകുമ്പോൾ വല്ലാതെ വരൾച്ചയില്ലാതെ രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. ടേക്ക് എ ലുക്ക് അറ്റ് സം ഓഫ് ദ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ് ഇല്ലസ്ട്രേറ്റഡ്. ഇങ്ങനെയുള്ള കുറച്ചുള്ള റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് താഴെ തന്നിട്ടുള്ളത്. റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, ചെക്ക് ഡാം, സ്റ്റോൺ വാൾ, വെൽ റീചാർജിംഗ്. ഇത് കൂടാതെ റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ്, സ്ലോപ്പിംഗ് ലാൻഡ് കട്ട് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്, പ്രിപ്പയറിംഗ് ബേസിൻസ് അറൗണ്ട് ട്രീസ്, സിൽപോളിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് തുടങ്ങിയിട്ടുള്ള മെത്തേഡ്സും നിങ്ങൾക്ക് വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വാട്ട് അതർ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വാട്ടർ സ്റ്റോറേജ്. വാട്ടർ സ്റ്റോറേജിനുള്ള മറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞ തന്നെ എഴുതി കൊടുക്കാം. റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ്, സ്ലോപ്പിംഗ് ലാൻഡ് കട്ട് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്, പ്രിപ്പയറിംഗ് ബേസിൻസ് അറൗണ്ട് ട്രീസ്, സിൽപോളിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. പ്യുവർ വാട്ടർ ഈസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. ശുദ്ധജലം എന്താണ്, പ്രഷ്യസ് ആണ്, വിലപിടിപ്പുള്ളതാണ്, ഒരിക്കലും അത് വേസ്റ്റ് ചെയ്യരുത്. ഇനി നമുക്ക് ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1, the change in state of water is illustrated below. Complete the flow chart by adding appropriate words. അപ്പോൾ വാട്ടറിന് 3 ഫോംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ ഇല്ലസ്ട്രേഷൻ ആണ് താഴെ തന്നിട്ടുള്ളത്, ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണേ. വാട്ടർ, ആദ്യത്തേത് വാട്ടർ കൂൾ ചെയ്യുന്ന സമയത്ത് എന്താവുന്നു, ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, വാട്ടർ ലിക്വിഡ് ആണല്ലേ. പിന്നെ വാട്ടർ കൂൾ ചെയ്യുന്ന സമയത്ത് അത് ഐസായിട്ട് മാറുന്നു. അപ്പോൾ അതൊരു എന്ത് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ് ആണ്. പിന്നെ വാട്ടർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് മാറുന്നു, അത് ഗ്യാസ് സ്റ്റേറ്റ് ആണ്, ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ക്വസ്റ്റ്യൻ 2, കംപ്ലീറ്റ് ദ ഐഡിയ ചാർട്ട് മെയ്ഡ് ഓൺ വാട്ടർ. വാട്ടറിന്റെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ചാർട്ട് അവിടെ തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. വാട്ടറിന്റെ സോഴ്സസ്, ആദ്യം നമുക്ക് ഇഷ്ടമുള്ള ഒരു 3 സോഴ്സസ് എഴുതി കൊടുക്കാം. സ്ട്രീം, റിവർ, വെല്ല്, ഇതാണ് ഞാൻ എഴുതുന്നത്. പിന്നെ യൂസസ് എന്തൊക്കെയാണ്, ഡ്രിങ്കിങ്, കുക്കിംഗ്, ബാത്തിങ്, 3 എഴുതി കൊടുക്കാം. വാട്ടറിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇറ്റ് ക്യാൻ ഫ്ലോ, ഇറ്റ് ക്യാൻ ഡിസോൾവ് സബ്സ്റ്റൻസസ്, ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ 3 സ്റ്റേറ്റ്സ്. ഓക്കെ, 3 എഴുതാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ സ്റ്റേറ്റ്സ് നമുക്ക് അവിടെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. പൊല്യൂഷൻ എങ്ങനെയൊക്കെയാണ്, ബൈ വാഷിംഗ് വെഹിക്കിൾസ്, ത്രോയിങ് പ്ലാസ്റ്റിക് വേസ്റ്റ്, പിന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം മാർക്കറ്റ്സ്. Question 3, examine the test report on water quality made on 3 different sources. Analyze the table and write your findings. അപ്പോൾ 3 വ്യത്യസ്തമായിട്ടുള്ള വാട്ടർ സോഴ്സസ് നിന്ന് എടുത്ത വെള്ളത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത റിപ്പോർട്ടാണ് താഴെ തന്നിട്ടുള്ളത്. ഒരെണ്ണത്തിൽ നോക്കും, റിവർ, പോണ്ട്, വെല്ല് കേട്ടോ. അപ്പോൾ കളറ് റിവറിൻ്റെ മഡി, പോണ്ടിന്ന് എടുത്തപ്പോൾ മഡി, വെല്ല് ക്ലിയർ. ദെൻ ഓർഡർ, സ്മെല്ല്, റിവറിന്ന് എടുത്തത് ഫോൾ ഓർഡർ, പോണ്ടിന്ന് എടുത്തതും ഫോൾ ഓർഡർ, വെല്ലെന്ന് എടുത്തത് നോ ഓർഡർ. ഓർഗാനിക് വേസ്റ്റ് റിവറിന്ന് എടുത്തതും പോണ്ടിന്ന് എടുത്തതും ഉണ്ട്, യെസ്. വെല്ലെന്ന് എടുത്തത് നോ. കെമിക്കൽ വേസ്റ്റ് റിവറിന്ന് എസ്, പോണ്ടിൽ എസ്, വെല്ലെന്ന് നോ. ഇനി താഴെ അത് ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കൂ. ക്വസ്റ്റ്യൻ എ, വിച്ച് സോഴ്സ് ഓഫ് വാട്ടർ ഈസ് ദ സേഫസ്റ്റ് ടു ഡ്രിങ്ക്. കുടിക്കാൻ ഇതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള വാട്ടർ ഏതാണ്, വെൽ വാട്ടർ ആണ് അല്ലേ, കിണറ്റിലുള്ള വെള്ളമാണ്. ബി, ക്യാൻ വി മേക്ക് റിവർ ആൻഡ് പോണ്ട് വാട്ടർ പോർട്ടബിൾ.
ഹൗ അപ്പോൾ പോണ്ടിലെയും എന്താ പറയുക റിവറിലെയും വാട്ടർ നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിക്ക് ആക്കി മാറ്റാനായിട്ട് സാധിക്കുമോ? യെസ്, റിവർ ആൻഡ് പോണ്ട് വാട്ടർ ക്യാൻ ബി പോർട്ടബിൾ, സേഫ് ഫോർ ഡ്രിങ്കിങ് യൂസിങ് സെവറൽ മെത്തേഡ്സ് സച്ച് ആസ് ഫിൽട്രേഷൻ, chlorination, distillation, etc. Question C. What can we do to prevent pollution of water sources? ഇനി വാട്ടർ സോഴ്സസിലുള്ള പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും? Don't throw plastic bags, bottles and cans into water bodies. Don't allow harmful chemicals like pesticides, fertilizers or factory waste to flow into the water bodies. Don't release dirty water from homes and factories into water bodies. Don't dump waste materials from fish and meat markets into water bodies. Question 4. The properties of water are listed. Find out and complete the table with suitable details from daily life. ഇപ്പോൾ പ്രോപ്പർട്ടീസ് വെള്ളത്തിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ വാട്ടറിൻ്റെ പ്രോപ്പർട്ടി നോക്കൂ. കണ്ടക്ട്സ് ഹീറ്റ്, ചൂട് വഹിക്കാനുള്ള അല്ലെങ്കിൽ ചൂടാവാനുള്ള എബിലിറ്റി. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ കുക്കിംഗ്, ഇൻഡസ്ട്രിയൽ പർപ്പസസിനൊക്കെയാണ്. ദെൻ മെയിൻറ്റെയിൻസ് ലെവൽ, വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബിൽഡർ യൂസസ് ദ ലെവൽ ട്യൂബ്. അത് നമ്മൾ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ ലെവൽ ട്യൂബ് യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി യൂണിവേഴ്സൽ സോൾവെൻറ്റ്. അത് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഫോർ സ്വീറ്റനിങ് ഡ്രിങ്ക്സ്, വാഷിംഗ് ക്ലോത്ത്സ്. ദെൻ എബിലിറ്റി ടു വേപ്പറൈസ് ചെയ്യാനുള്ള കഴിവ്. ഡ്രൈയിങ് വെറ്റ് ക്ലോത്ത്സ്, മേക്ക് പുട്ട് യൂസിങ് സ്റ്റീം. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് കേട്ടോ വാട്ടർ ആൻഡ് ലൈഫ് എന്നുള്ള ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ചാപ്റ്ററും അതുപോലെ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്